ചിക്കൻ മസാല. അതുണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മല്ലി 1 കപ്പ്, പെരിഞ്ജീരകം 1/2 കപ്പ്, മുളക് 20 എണ്ണം, കുരുമുളക് 2 ടേബിൾ സ്പൂൺ, കടലപ്പരിപ്പ് 4 ടേബിൾ സ്പൂൺ, ഏലക്ക 2 ടേബിൾ സ്പൂൺ, ജീരകം, ചെറിയ ജീരകം 1 ടീസ്പൂൺ, ബേ ലീഫ് 3 എണ്ണം, ഗ്രാമ്പൂ 1 ടേബിൾ സ്പൂൺ, പട്ട 2 ടേബിൾ സ്പൂൺ, ഫ്ലവർ അതായത് തക്കോലം അത് 2 എണ്ണം, ജാതിപത്രി 2 ചെറിയത്, 1 ടീസ്പൂൺ ഉലുവ, അല്പം കറിവേപ്പില. നിങ്ങൾക്കിഷ്ടമായാൽ ഇത് ഷെയർ ചെയ്യണേ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് മുളകിട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വേണം ഓരോന്നും വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരിക്കലും തീ കൂട്ടി വെക്കരുതേ. നല്ലപോലെ ചൂടായാൽ മതി. ഇനി നമുക്കിത് ചൂടായിട്ടുണ്ട്. നമുക്കത് മാറ്റി വയ്ക്കാം മറ്റൊരു പാത്രത്തിലേക്ക്. ഇനി അടുത്തതായി മല്ലി വറുത്തെടുക്കാം. മല്ലിയും അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലാണ് വറുത്തെടുക്കേണ്ടത്. മല്ലിയും മുളകുമെല്ലാം നല്ലപോലെ കഴുകി ഉണക്കിയതാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ മസാല ഉണ്ടാക്കി വെച്ചാൽ നമ്മളുടെ ഇഷ്ടാനുസരണം ഉപയോഗിക്കാം. വാങ്ങുന്നതിന് അത്ര ടേസ്റ്റോ രുചിയോ ഒന്നും ഉണ്ടാവില്ല. അതിൽ കെമിക്കലും ചേർത്തിട്ടുണ്ടാവും കേടുവരാതിരിക്കാൻ. ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മല്ലിയും ഓവർ കുക്കാവരുത്, അതായത് വറുക്കരുത്. അതും നല്ലപോലെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. മല്ലി വറുത്തെടുത്തിട്ടുണ്ട്. അതും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് കടലപ്പരിപ്പ് വറുത്തെടുക്കാം. അതും ഇതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ചൂടാക്കി എടുക്കുക. കടലപ്പരിപ്പിൻ്റെ ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ, അത്
ആ ടേസ്റ്റൊന്നും പോകുന്നതിന് വേണ്ടിയിട്ട്. ഓവർ വേണ്ട, ഒന്ന് ചൂടായാൽ മതി നല്ലപോലെ. കടലപ്പരിപ്പ് കറിക്ക് കൂടുതൽ കൊഴുപ്പ് കൊടുക്കുന്നതാണ്, അതുകൊണ്ടാണ് കടലപ്പരിപ്പ് ചേർക്കുന്നത്. ഈ ചിക്കൻ മസാല നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ പിന്നെ ഗരം മസാല കറിയിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അത് ചൂടായി കഴിഞ്ഞു. ഇനി പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം ആണ് നമ്മൾ വറുത്തെടുക്കുന്നത്. ഇതും കൂടുതൽ കിടന്ന് വറവാവേണ്ട ആവശ്യമില്ല, നല്ല പോലെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അതോടുകൂടി ബാക്കിയുള്ള എല്ലാ ജീരകം, ഉലുവ, കുരുമുളക്, ഗ്രാമ്പൂ, എല്ലാ സാധനങ്ങളും, ഏലക്ക, തക്കോലം, അതുപോലെയുള്ള എല്ലാ സാധനങ്ങളും ഒന്നിച്ച് നമുക്ക് ഇതിലേക്കിട്ട് ചൂടാക്കി എടുക്കാവുന്നതാണ്. നിങ്ങളെ ഇഷ്ടപ്പെട്ട ഇത് ഷെയർ ചെയ്യണേ എല്ലാവരിലേക്കും. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് റെഡിയായി. ഇനി നമുക്കിത് ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം. നല്ല നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾ ചേർക്കണം. 2 ടീസ്പൂൺ മഞ്ഞളാണ് ഞാനിതിൽ ചേർക്കുന്നത്. ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് 2-3 പ്രാവശ്യമായിട്ട് ചേർക്കുന്നത്. ശരിക്കും 1 ടീസ്പൂണാണ് ഞാൻ ചേർത്തത്, വലിയൊരു സ്പൂണ്. അത് നന്നായി അതിലേക്ക് ഇളക്കി ചേർക്കുക. പോരാ എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി അല്പം കൂടി ചേർക്കാവുന്നതാണ്. ഞാൻ ചെറിയൊരു സ്പൂണായിരുന്നത്, അതിലാണ് എടുത്തത്. അതുകൊണ്ട് കുറച്ചൊരു ടീസ്പൂണ് ഉണ്ടാവില്ലേ, അത് അല്പം കൂടി ചേർക്കുമ്പോഴാണ് 1 ടീസ്പൂൺ അത് ആവുക. സ്വാദിഷ്ടമായ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു കണ്ടെയ്നറിലിട്ട് നല്ല വായു കടക്കാതെ നല്ലോണം മൂടി അടച്ച് വയ്ക്കുക. നമുക്ക് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക.